Hi guys, Assalamu alaikum. ഫൈസൽ ടേസ്റ്റി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി മാംഗ്ലൂർ വിഭവമായ ഗോളിബജ്ജി. ഗോളിബജ്ജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ്, ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തത്, ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു കുറച്ച് കുരുമുളക്, അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മൈദ നമ്മൾ അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 1 കപ്പ് തൈര്, മൈദ എത്രയാണോ എടുത്തത് അതിൻ്റെ നേരെ പകുതിക്ക് അധികം പുളിപ്പില്ലാത്ത തൈര് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിൽ ആ ഒരു തൈരിൽ കുഴയുന്നില്ലെങ്കിൽ അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഇതേപോലെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മാവെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണ ചൂടാകുന്നുണ്ട്. കുറച്ച് വെള്ളത്തിലേക്ക് കൈകുത്തിയിട്ട് വേണം നമ്മൾ മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ പക്കോട എങ്ങനെയാണോ ഇടുന്നത് അതേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ഗോളുകളായിട്ട് നല്ല ബ്രൗൺ കളറിൽ വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ബാക്കിയെല്ലാം കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല ബ്രൗൺ കളർ പരുവത്തിലായി വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. ഈവനിങ്ങിലെല്ലാം ഉണ്ടാക്കിയിട്ട് ചായൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കൂടി കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല ഗോൾഡൻ പരുവത്തിലാക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.